ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ കുറച്ച് പുരസ്കാരങ്ങളാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് നോക്കുന്നത്. മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ച ഡോക്ടർ ആർ രാജശ്രീ വിനയ് തോമസിനുമാണ്. ഡോക്ടർ ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാശായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. വിനയ് തോമസിന്റെ പുറ്റ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ചെറുകഥ ദേവദാസ് വി എം. മികച്ച ചെറുകഥക്കുള്ള പുരസ്കാരം ദേവദാസ് വി എമ്മിനാണ്. വഴി കണ്ടുപിടിക്കുന്നവർ എന്ന ചെറുകഥക്കാണ് പുരസ്കാരം ലഭിച്ചത്. ചെറുകഥ ദേവദാസ് വി എം, വഴി കണ്ടുപിടിക്കുന്നവർ. ദേവദാസ് വി എം, വഴി കണ്ടുപിടിക്കുന്നവർ. കവിത അൻവർ അലി. കവിത അൻവർ അലിയുടെ മെഹബൂബ എക്സ്പ്രസിനാണ്. കവിത അൻവർ അലിയുടെ മെഹബൂബ എക്സ്പ്രസിനാണ് കവിത. മികച്ച കവിതക്കുള്ള അൻവർ അലിയുടെ മെഹബൂബ എക്സ്പ്രസ്. നാടകം പ്രദീപ് മുണ്ടൂറിന്റെ നമുക്ക് ജീവിതം പറയാം. നാടകം പ്രദീപ് മുണ്ടൂറിന്റെ നമുക്ക് ജീവിതം പറയാം. നാടകം പ്രദീപ് മുണ്ടൂറിന്റെ നമുക്ക് ജീവിതം പറയാം. സാഹിത്യ വിമർശനം എൻ അജയ് കുമാർ. സാഹിത്യ വിമർശനത്തിലുള്ള പുരസ്കാരം എൻ അജയ് കുമാറിനാണ്. സാഹിത്യ വിമർശനത്തിലുള്ള പുരസ്കാരം എൻ അജയ് കുമാർ. ആത്മകഥ ടി ജെ ജോസഫും എം കുഞ്ഞാമനും. ആത്മകഥക്കുള്ള പുരസ്കാരം ലഭിച്ചത് ടി ജെ ജോസഫ് എം കുഞ്ഞാമൻ. ആത്മകഥക്കുള്ള പുരസ്കാരം ലഭിച്ചത് ടി ജെ ജോസഫിനും എം കുഞ്ഞാമനാണ് ആത്മകഥക്കുള്ള പുരസ്കാരം ലഭിച്ചത്. യാത്രാ വിവരണത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് വേണുവിനാണ്. യാത്രാ വിവരണത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് വേണുവിനാണ്. ബാലസാഹിത്യത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പലേരിക്കാണ്. ബാലസാഹിത്യത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പലേരി. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഗോപകുമാർ ചോലയിലാണ്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ഗോപകുമാർ ചോലയിൽ. വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് വൈശാഖനും പ്രൊഫസർ കെ പി ശങ്കരനും. വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് വൈശാഖൻ പ്രൊഫസർ കെ പി ശങ്കരൻ. വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് വൈശാഖനും പ്രൊഫസർ കെ പി ശങ്കരനാണ്. വൈശാഖനും പ്രൊഫസർ കെ പി ശങ്കരനാണ് വിശിഷ്ടാംഗത്വം ലഭിച്ചവർ. അടുത്ത 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോക്കുന്നത്. മികച്ച നോവൽ വി ഷിനിലാലിന്റെ സമ്പർക്ക ക്രാന്തി എന്ന കൃതിക്കാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത്. വി ഷിനിലാലിനാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് വി ഷിനിലാലിനാണ്. മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിന്റെ മുഴക്കത്തിനാണ് ചെറുകഥ. മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിന്റെ മുഴക്കത്തിനാണ് ചെറുകഥ. മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിന്റെ മുഴക്കം. കവിത എൻ ജി ഉണ്ണികൃഷ്ണന്റെ കടലാസ് വിദ്യ എന്ന കൃതിക്കാണ് എൻ ജി ഉണ്ണികൃഷ്ണന് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം എൻ ജി ഉണ്ണികൃഷ്ണന്റെ കടലാസ് വിദ്യ. മികച്ച നാടകത്തിനുള്ള പുരസ്കാരം എമിൽ മാധവിയുടെ കുമരു എന്ന നാടകത്തിനാണ് മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നാടകത്തിനുള്ള പുരസ്കാരം എമിലി മാധവിയുടെ കുമരു എന്ന നാടകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സാഹിത്യ വിമർശനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് എസ് ശാരദക്കുട്ടിയാണ്. സാഹിത്യ വിമർശനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് എസ് ശാരദക്കുട്ടിയാണ്. സാഹിത്യ വിമർശനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് എസ് ശാരദക്കുട്ടി. ആത്മകഥ ബി ആർ പി ഭാസ്കർ. ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ബി ആർ പി ഭാസ്കറിനാണ്. ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ബി ആർ പി ഭാസ്കറിനാണ്. യാത്രാ വിവരണം സി അനൂപ്, ഹരിത സാവിത്രി. യാത്രാ വിവരണം സി അനൂപിനും ഹരിത സാവിത്രിക്കാണ് പുരസ്കാരം ലഭിച്ചത്. യാത്രാ വിവരണം സി അനൂപിനും ഹരിത സാവിത്രി. ബാലസാഹിത്യം ഡോക്ടർ കെ ശ്രീകുമാറിനാണ്. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ കെ ശ്രീകുമാറിനാണ്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള സി എം മുരളീധരനും കെ സേതുരാമനും. വൈജ്ഞാനിക സാഹിത്യം സി എം മുരളീധരനും കെ സേതുമാധവനാണ്. വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് ഡോക്ടർ എം എം ബഷീറും എൻ പ്രഭാകരനും. വിശിഷ്ടാംഗത്വം ലഭിച്ചവരെ ഡോക്ടർ എം എം ബഷീറും എൻ പ്രഭാകരനാണ്. വിശിഷ്ടാംഗത്വം ലഭിച്ചവരാരൊക്കെയാണ് ഡോക്ടർ എം എം ബഷീർ, എൻ പ്രഭാകരനുമാണ്. അടുത്ത കേരള പുരസ്കാരം 2022 കേരള പുരസ്കാരമാണ് നോക്കാൻ പോകുന്നത്. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം. കേരള പുരസ്കാരം 3 കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. കേരള ജ്യോതി എം ടി വാസുദേവൻ നായർക്കാണ്. സാഹിത്യത്തിനാണ് എം ടി വാസുദേവൻ നായർക്ക് കൊടുത്തത്. കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്ക് കൊടുത്തത് എം ടി വാസുദേവൻ നായർ. സാഹിത്യത്തിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ. കേരള പ്രഭ പുരസ്കാരം 3 പേർക്കാണ്. ഓംചേരി എൻ എൻ പിള്ള, ടി മാധവ് മേനോൻ, മമ്മൂട്ടി. ഇവർ 3 പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഓംചേരി എൻ എൻ പിള്ളക്കും ടി മാധവ് മേനോനും മമ്മൂട്ടിയും. ഓംചേരി എൻ എൻ പിള്ളയുടെ ഓംചേരി എൻ എൻ പിള്ളക്ക് ലഭിച്ചത് കല, നാടകം, സാമൂഹിക സേവനം എന്നിവയ്ക്കാണ് ഓംചേരി എൻ എൻ പിള്ളക്ക് ലഭിച്ചത്. ടി മാധവ് മേനോൻ ലഭിച്ചത് സിവിൽ സർവീസും സാമൂഹിക സേവനത്തിനും. മമ്മൂട്ടിക്ക് കലയിലുമാണ്
കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം ഓംചേരി അന്നൻപിള്ള, ടി മാധവ മേനോൻ, മമ്മൂട്ടി എന്നിവർക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. അടുത്ത് കേരളശ്രീ ലഭിച്ചത് 6 പേർക്കാണ്. കേരളശ്രീ ലഭിച്ച 6 പേർക്കാണ്. ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ഉഭയജീവി ഗവേഷണത്തിനാണ് ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവിന് ലഭിച്ചത്. ഉഭയജീവി ഗവേഷണം ഡോക്ടർ സത്യഭാമ ദാസ് ബിജു. അടുത്ത ഗോപിനാഥ് മുതുകാടിന് സാമൂഹിക സേവനം, കല എന്നിവയ്ക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. കാനായി കുഞ്ഞിരാമൻ കലയിലാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാമൂഹിക സേവനം, വ്യവസായം എന്നിവയ്ക്കാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. MP പരമേശ്വരൻ സാമൂഹിക സേവനം, ശാസ്ത്രം എന്നിവയ്ക്കാണ് MP പരമേശ്വരൻ ലഭിച്ചത്. വൈക്കം വിജയലക്ഷ്മി കലയ്ക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കേരളശ്രീ പുരസ്കാരം ലഭിച്ചവരാണ് ഡോക്ടർ സത്യഭാമ ദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കാനായി കുഞ്ഞിരാമൻ, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി. അടുത്ത് നോക്കാൻ പോകുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി വേദി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ്? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. പുന്നമടക്കായൽ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഏതാ? നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വിയ്യപുരം ചുണ്ടനാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവാരാണ്? വിയ്യപുരം ചുണ്ടൻ. രണ്ടാം സ്ഥാനം ചെമ്പക്കുളം ചുണ്ടനാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് വള്ളം തുഴയുന്ന കുട്ടിയാന. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം ചുണ്ടനാണ്. രണ്ടാം സ്ഥാനം ചെമ്പക്കുളം ചുണ്ടനാണ്. ഭാഗ്യചിഹ്നമാണ് വള്ളം തുഴയുന്ന കുട്ടിയാനയാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം ചുണ്ടനും രണ്ടാം സ്ഥാനം ചെമ്പക്കുളം ചുണ്ടനും ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കുട്ടിയാനയുമാണ്. 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് മഹാദേവിക്കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവിക്കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് മഹാദേവിക്കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. ഭാഗ്യചിഹ്നം മിട്ടു പറഞ്ഞാൽ വാഴത്തണ്ടിൽ ഇരുന്ന് തുഴയുന്ന തത്തയാണ് മിട്ടു. ഭാഗ്യചിഹ്നം മിട്ടുവാണ്. വാഴത്തണ്ടിൽ ഇരുന്ന് തുഴയുന്ന തത്തയാണ് മിട്ടു. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവിക്കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടനാണ്. ഭാഗ്യചിഹ്നം മിട്ടു. വാഴത്തണ്ടിൽ ഇരുന്ന് തുഴയുന്ന തത്തയാണ് മിട്ടു. അപ്പോൾ 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം ചുണ്ടനും 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവിക്കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. 2020 69ാമത് നെഹ്റു ട്രോഫിന്റെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കുട്ടിയാന. 2022 മിട്ടു എന്ന തത്ത. ഇനി നമുക്കൊന്നും കൂടി റിവിഷൻ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 മികച്ച നോവലിലെ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥയ്ക്കും വിനയ് തോമസിന്റെ പുറ്റിനുമാണ് മികച്ച നോവലിലെ പുരസ്കാരം ലഭിച്ചത്. ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ദേവദാസ് VM-ന്റെ വഴി കണ്ടുപിടിക്കുന്നവർ എന്ന ചെറുകഥക്കാണ് മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അൻവർ അലിയുടെ മെഹബൂബ എക്സ്പ്രസിനാണ്. 2021 പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. നാടകം പ്രദീപ് മുണ്ടൂറിന്റെ നമുക്ക് ജീവിതം പറയാം. സാഹിത്യ വിമർശനം N അജയ്കുമാറിനും ആത്മകഥ TJ ജോസഫ് M കുഞ്ഞാമനും യാത്രാ വിവരണം വേണുവിനാണ്. ബാലസാഹിത്യം രഘുനാഥ് പലേരി. വൈജ്ഞാനിക സാഹിത്യം ഗോപകുമാർ ചോലയിൽ. വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് വൈശാഖനും പ്രൊഫസർ KP ശങ്കരനും. അടുത്ത കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 മികച്ച നോവലിന് V ഷിനിലാലിനാണ്. സമ്പർക്ക ക്രാന്തി എന്ന നോവലിനാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത്. ചെറുകഥ PF മാത്യൂസ് മുഴക്കം എന്ന ചെറുകഥക്കാണ് PF മാത്യൂസിന് ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. കവിത NG ഉണ്ണികൃഷ്ണൻ കടലാസ് വിദ്യ എന്ന കവിതക്കാണ് NG ഉണ്ണികൃഷ്ണന് പുരസ്കാരം ലഭിച്ചത്. നാടകം എമിൽ മാധവി കുമരു എന്ന നാടകത്തിനാണ് എമിൽ മാധവിക്ക് പുരസ്കാരം ലഭിച്ചത്. നാടകം എമിൽ മാധവിയുടെ കുമരു. സാഹിത്യ വിമർശനം S ശാരദക്കുട്ടിക്കാണ്. സാഹിത്യ വിമർശനം S ശാരദക്കുട്ടിക്കാണ്. ആത്മകഥ BRP ഭാസ്കറാണ് ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. യാത്രാവിവരണം C അനൂപ് ഹരിത സാവിത്രിക്കും. ബാലസാഹിത്യം ഡോക്ടർ K ശ്രീകുമാറിനും. വൈജ്ഞാനിക സാഹിത്യം CM മുരളീധരനും K സേതുമാധവനാണ്. വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് ഡോക്ടർ MM ബഷീറും N പ്രഭാകരനും.
ഈ കേരള പുരസ്കാരം 2022 പത്മപ്രഭ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം. കേരള പുരസ്കാരം 3 കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. കേരള ജ്യോതി ലഭിച്ചത് MT വാസുദേവൻ നായർ സാഹിത്യത്തിനാണ്. കേരള പ്രഭ ഓംചേരി NN പിള്ള. കല, നാടകം, സാമൂഹിക സേവനത്തിനാണ് ഓംചേരിക്ക് ലഭിച്ചത്. TM മാധവ മേനോൻ സിവിൽ സർവീസ്, സാമൂഹിക സേവനം. മമ്മൂട്ടി കല. ഇനി കേരള ശ്രീ ലഭിച്ചത് 6 പേർക്കാണ്. ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ഉപജീവി ഗവേഷണത്തിനും, ഗോപിനാഥ് മുതുകാട് സാമൂഹിക സേവനം കല എന്നിവയ്ക്കും, കാനായി കുഞ്ഞിരാമൻ കലയ്ക്കും, കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി സാമൂഹിക സേവനം വ്യവസായം, MP പരമേശ്വരൻ സാമൂഹിക സേവനം ശാസ്ത്രം എന്നിവയ്ക്കാണ് MP പരമേശ്വരന് ലഭിച്ചത് സാമൂഹിക സേവനം ശാസ്ത്രം. അടുത്ത വൈക്കം വിജയലക്ഷ്മിക്ക് കലയ്ക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ സത്യഭാമ ദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കാനായി കുഞ്ഞിരാമൻ, കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി എന്നിവർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. അടുത്ത നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി വേദി പുന്നമടക്കായലിലാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വിയ്യപുരം ചുണ്ടൻ. 2ാം സ്ഥാനം ചെമ്പക്കുളം ചുണ്ടനാണ്. ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കുട്ടിയാനയാണ്. 69ാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കുട്ടിയാന. 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് മഹാദേവി കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. ഭാഗ്യചിഹ്നം മിട്ടു എന്ന വായത്തണ്ടിൽ ഇരുന്ന് തുഴയുന്ന തത്തയാണ് മിട്ടു. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് മിട്ടു, വായത്തണ്ടിൽ ഇരുന്ന് തുഴയുന്ന തത്ത. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.